നമോ ഭഗവതേ വാസുദേവായ. ദശകം 2 ശ്ലോക 10. ത്വദ്ഭക്തിഃ തു കഥാരസാമൃതച്ഛരീ നിർമജ്ജനേന സ്വയം സിദ്ധ്യന്തി വിമല പ്രബോധ പദവീം അക്ലേശതഃ തന്വതി. സദ്യ സിദ്ധികരീ ജയതി അയി വിഭോ സഹ ഏവ അസ്തു മേ ത്വത്പദ പ്രേമ പ്രൗഢിരസാർദ്രതാദ്രുതതരം വാതാലയാധീശ്വരഃ. ത്വത് ഭഗവാന്റെ, ഭക്തിഹി ഭക്തിയോടുകൂടി, തു അത്, കഥാരസാമൃതം ഭഗവത് കഥകൾ ഉണ്ടാക്കിത്തരുന്ന രസം, അത് വളരെ സുഖം തരുന്ന രീതിയിലുള്ള ഒരു അമൃതം പോലെയാണ്. ചരി പ്രവാഹം, നിർമജ്ജനേന മുഴുകിപ്പോകുന്ന, സ്വയം തന്നെത്താനെ, സിദ്ധ്യന്തി വന്നു ചേരുന്ന, വിമല പരിശുദ്ധമായത്, പ്രബോധ ജ്ഞാനബോധം ഉണ്ടാക്കി തരുന്നത്, പദവീം പാദം കൊണ്ടുള്ള സ്ഥാനം, അക്ലേശതഃ ഒട്ടും തന്നെ പ്രയാസം കൂടാതെ, തന്വതി തുറക്കുന്ന, സദ്യ അസാധ്യമായിട്ടുള്ളത്, സിദ്ധീകരി ലഭിക്കുന്നത്, ജയതി ജയിക്കുന്നത്, അയി അല്ലയോ, വിഭോ ഭഗവാനെ, സഹ കൂടെ, ഏവ എല്ലാം, അസ്തു നടക്കട്ടെ, മേ എനിക്ക്, ത്വത് ഭഗവാന്റെ, പദ ഇരിപ്പിടം, പ്രേമ പ്രൗഢി പ്രേമത്തിന്റെ ഉന്നതമായ ആ ഒരു സ്ഥാനം, രസാദ്രത രസം തരുന്നതും അതിലൂടെ ആദ്രത ലഭിക്കുന്നതും, വാതാലയാധീശ്വര എന്റെ ഗുരുവായൂരപ്പ. ത്വദ്ഭക്തിസ്തു കഥാരസാമൃതചരീ നിർമജ്ജനേന സ്വയം സിദ്ധ്യന്തി വിമല പ്രബോധ പദവിം അക്ലേശതസ്ത്വന്വതി. സദ്യ സിദ്ധികരീ ജയത്യയി വിഭോ സൈവാസ്തു മേ ത്വത്പദ പ്രേമ പ്രൗഢിരസാദ്രതാദ്രുതതരം വാതാലയാധീശ്വരഃ. ഭഗവാന്റെ ഭക്തിയോടു കൂടെയുള്ള ആ ഭഗവത് കഥകൾ, അത് മനസ്സിന് രസം ഉണ്ടാക്കുന്നതും വളരെ സുഖം ലഭിക്കുന്നതുമായ ഒരു അമൃതം പോലെ എന്നും മനസ്സിൽ ഒരു പ്രവാഹത്തെ ഉണ്ടാക്കുന്നു. അതിൽ മുഴുകിപ്പോകുന്ന ആ ഒരു ഭക്തന്മാർ തന്നെത്താനെ വന്നു ചേരുന്ന ആ ഒരു പവിത്രത അവർക്ക് ലഭിക്കുന്നു. അത് മാത്രവുമല്ല, അവർക്ക് ജ്ഞാനബോധം ഉണ്ടാവുകയും ചെയ്യുന്നു. ഭഗവാന്റെ പാദം കൊണ്ടുള്ള ആ ഒരു സ്ഥാനം അവർക്ക് ക്രമേണ ലഭിക്കുകയും ചെയ്യുന്നു. ഒട്ടും പ്രയാസം കൂടാതെ ആ ഒരു ഭഗവാന്റെ സ്ഥാനം ലഭിക്കുന്നതാണ് ഈ ഒരു ഭക്തിയോഗം. അങ്ങനെ അസാധ്യമായി ലഭിക്കുന്ന ഒന്നിനെ ജയിക്കുവാൻ സാധിക്കുക ഭഗവാനോടുള്ള അത്യന്ത ഭക്തി തന്നെയാണ്. അല്ലയോ ഭഗവാനെ, അതിൽ കൂടാതെ എനിക്ക് ഭഗവാന്റെ ആ ഒരു ഇരിപ്പിടത്തിൽ ഒരു സ്ഥാനം ലഭിക്കുകയും ചെയ്യണമേ. അത് മാത്രവുമല്ല, ഭഗവാന്റെ പ്രേമത്തിന്റെ ഉന്നതമായ ആ രസത്തെ എനിക്ക് അനുഭവിക്കുവാനും സാധിക്കുന്നു ഈ ഭക്തിയിലൂടെ. ആ വിധത്തിൽ എനിക്ക് ആർദ്രതയും ലഭിക്കുന്നു. അങ്ങനെയുള്ള ഗുരുവായൂരപ്പ എന്നെയും അനുഗ്രഹിക്കണമേ എന്നാണ് ഈ ശ്ലോകത്തിന്റെ അർത്ഥമായി പറയുന്നത്. ഇവിടെ ഭഗവാന്റെ ആ ഒരു സ്വരൂപത്തിന്റെ മാഹാത്മ്യം ഇവിടെ വിശദീകരിക്കുന്ന കൂട്ടത്തിൽ എങ്ങനെയാണ് ഒരു ഭക്തി യോഗം, ഒരു ഭക്തന് എന്തൊക്കെ ലഭിക്കുന്നു, അത് എന്തൊക്കെ അനുഭവിക്കുന്നു എന്നും ഇവിടെ പറയുന്നു. അങ്ങനെ ഭക്തി യോഗത്തിന്റെ മഹത്വത്തെ കുറിച്ചാണ് ഇവിടെ പരാമർശിക്കുന്നത്. താങ്ക് യു.